ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ICTS തേർഡ് മൊഡ്യൂളിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. സോ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ബേസിക് പ്രോഗ്രാമിംഗ് ഇൻ സി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സും കുറച്ച് പ്രോഗ്രാമിംഗ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ആ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. First question. The smallest individual units in a C program are known as option A tokens, option B keywords, option C identifiers and option D constants. അപ്പൊ നമ്മൾ സി പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് കീവേഡ്സ് എന്തൊക്കെയാണ്, ഐഡന്റിഫയേഴ്സ് എന്തൊക്കെയാണ്, കോൺസ്റ്റന്റ്സ് എന്തൊക്കെയാണ്, ഓരോന്നും നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എങ്ങനെ ഒരു കീവേഡ് എഴുതാനായിട്ട് കഴിയും ഇതൊക്കെ നമ്മൾ കൊടുത്തിരുന്നതാണ്. അപ്പൊ നമുക്കറിയാം ടോക്കൻസ് ആണ് എന്താണ് ഒരു പ്രോഗ്രാമിന്റെ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് ടോക്കൻസ് ആണ്. ആ ടോക്കൻസിനകത്ത് വരുന്നതാണ് എന്തൊക്കെ ഈ കീവേഡ്സും ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റന്റ്സ്, ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ സിമ്പിൾസ്, ഇതെല്ലാം എന്താണ് ടോക്കൻസിന്റെ പല പല ടൈപ്പ് ആണ് അല്ലെ. സോ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ടോക്കൻസ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടോക്കൻസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a valid C variable? Option A underscore global, option B second variable, option C variable underscore name, option D int. അപ്പൊ ഇതിൽ ഏതാണ് വാലിഡ് ആയിട്ടുള്ള ഒരു സി വേരിയബിൾ, സിക്കകത്ത് ഒരു വേരിയബിൾ നെയിം ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ കുറച്ച് സർട്ടൻ റൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊരു വേരിയബിളിന്റെ പേര് വേണമെങ്കിൽ ഒരു അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു വേരിയബിളിന്റെ നെയിം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അണ്ടർസ്കോർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, അത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും പറ്റും, കേസ് സെൻസിറ്റീവ് അല്ല. പക്ഷെ ഈ ഒരു ഇപ്പൊ സ്മോൾ ഇന്റ് ആയിരുന്നെങ്കിൽ കഴിയത്തില്ലായിരുന്നു, കാരണം അത് ഓൾറെഡി ഒരു കീവേഡ് ആണ്. ഇപ്പൊ ക്യാപിറ്റൽ ഇന്റ് പ്രത്യേകിച്ച് റിസർവ്ഡ് ആയിട്ടൊരു വേർഡ് അല്ല. സോ ഇത് കേസ് സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് നമുക്കിത് ഒരു വേരിയബിൾ നെയിം ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്തായിട്ട് എടുക്കാൻ കഴിയില്ല, ഒരു വേരിയബിളിന്റെ നെയിം ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല. സോ ഇത് വാലിഡ് അല്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the result of the expression 5 plus 2 star 3 minus 1 in C? ഈ ഒരു എക്സ്പ്രഷന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സി പ്രോഗ്രാമിൽ നമ്മൾ ഇതേപോലത്തെ എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യുന്ന സമയം നമ്മൾ പ്രസിഡൻസ് റൂൾസും അതേപോലെ തന്നെ അസോസിയേറ്റീവ് ആ രണ്ട് റൂള് നോക്കിയതിന് ശേഷം വേണമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് സോൾവ് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം ഈ പ്ലസ്, സ്റ്റാർ, മൈനസ്, ഡിവിഷൻ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ, പ്രസിഡൻസ് റൂൾ, ഓപ്പറേറ്റർ പ്രസിഡൻസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇവിടെ നമുക്ക് 3 സിമ്പിൾ ഉണ്ട്, ഒരു പ്ലസ് ഉണ്ട്, ഒരു സ്റ്റാർ ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ ആർക്കാണ്, സ്റ്റാറിനാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ആയിരിക്കും ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് 2 star 3. 2 star 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 star 3 is equal to 6 കിട്ടും. അതിലൂടെ 6 ഇടും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയായി മാറും, 5 plus 6 minus 1 എന്നുള്ള രീതിയിലേക്ക് ഇത് മാറും. ഇനി ഇവിടെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്, ഇതിൽ ഏത് വേണം, പ്രസിഡൻസ് റൂൾ അനുസരിച്ച് പ്ലസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരു ടേബിൾ ആയിട്ട് നമുക്കത് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഓർഡർ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ഓരോ എക്സ്പ്രഷനും വരുമ്പോൾ ഏതിനാണ് കൂടുതലുള്ളത്, ആ ഒരു പ്രസിഡൻസ് അസോസിയേറ്റീവ് വരുന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ പ്ലസും മൈനസും വരുമ്പോൾ പ്ലസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഓപ്പറേഷൻ ആയിരിക്കും ആദ്യം ചെയ്യുക. അപ്പൊ 5 plus 6 നമുക്ക് എത്ര കിട്ടും, 11 and minus 1 is equal to എന്താണ്, 10 ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സി പ്രോഗ്രാമിംഗ് വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 10 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് int a is equal to 5, b is equal to 2, float c. c is equal to a by b. What is the value of c? സിയുടെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എയും ബിയും എന്താണ്, ഇന്റീജർ ആണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സി എന്ന് പറയുന്നത് ഫ്ലോട്ടും ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആദ്യം ഈ എയും ബിയും കൂടെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എയും ബിയും ഇന്റീജേഴ്സ് ആയതുകൊണ്ട് അവിടെ എന്തായിരിക്കും നടക്കുക, ഇന്റീജർ ഡിവിഷൻ ആയിരിക്കും നടക്കുക. അപ്പൊ എയുടെ വാല്യൂ 5 ആണ് ബൈ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. സോ ഈ 5/2 ആണ് നമ്മുടെ സി എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്തിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ 5/2 ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതായത്
5നെ 2 വെച്ച് ചെയ്യുമ്പോൾ 2s are 4, ഈ ഒരു 1.0 അതായത് 2.5 വരുമല്ലോ. അപ്പൊ ഈ 0.5 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എയും ബിയും ഇന്റീജർ ആയതുകൊണ്ട് ഇന്റീജർ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഡെസിമലിന് ശേഷം എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ സി ഇസ് ഈക്വൽ ടു 2 ആണ്. പക്ഷേ ഈ സി എന്ന് പറയുന്നത് എന്താണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്? ഫ്ലോട്ട് ആണെന്നാണ് എന്ത് ചെയ്തേക്കുന്നത്? ഡിക്ലെയർ ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ ഇന്റീജർ ഡിവിഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ആണ്, പക്ഷെ സി എന്താണ്? ഫ്ലോട്ട് ആണ് അല്ലെ. അപ്പൊ ഇത് 2.0 ആയിട്ട് മാറും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2.0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The purpose of a type declaration instruction in C is to option A declare the type of a loop, option B declare the type of variables before their first use, option C declare the type of the main function, option D declare the type of an output statement. അപ്പൊ എന്തിനാണ് നമ്മൾ സിയിൽ ഒരു ടൈപ്പ്, ഏത് ടൈപ്പ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ആദ്യമേ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഒരു ടൈപ്പ് ഡിക്ലറേഷൻ സിയിൽ ചെയ്ത് വെക്കുന്നത്? എന്തിനാ? ഒരു വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പ് ആണെന്നുള്ളത് നമ്മുടെ കമ്പൈലറിന് നേരത്തെ അറിയാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ നമ്മൾ ഇന്റ് എ എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് കമ്പൈലറിന് ആദ്യം എന്ത് മനസ്സിലാവും? എ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആണ്. അപ്പൊ പിന്നീട് നമ്മൾ അതിൽ ഓരോ ഓപ്പറേഷൻസും കാര്യങ്ങളും ഓരോന്നും ചെയ്യുന്ന സമയത്ത് കമ്പൈലറിന് എന്താ അറിയാം? ഇത് എ എന്ന് പറയുന്ന ഒരു ഇന്റീജർ ആണെന്ന് അറിയാം. അപ്പൊ പിന്നീട് അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഈ ഓരോന്നിനും എത്ര സ്പേസ് വേണം? ഇപ്പൊ ഇന്റ് ആകുമ്പോഴത്തേക്ക് കമ്പൈലറിന് അറിയാം എന്താണ്? 4 ബൈറ്റ് ആയിരിക്കും അതിന് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടേ. ഇപ്പൊ ക്യാർ ആണെങ്കിൽ 1 ബൈറ്റ് ആയിരിക്കണം മാറ്റി വെക്കേണ്ടേ. സോ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെക്കണം എന്നും അതുപോലെ തന്നെ ഇത് ഏത് ഡേറ്റ ടൈപ്പ് ആണ് ആ ഒരു വേരിയബിൾ എന്നും കമ്പൈലറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈപ്പ് ഡിക്ലറേഷൻ ഇൻസ്ട്രക്ഷൻ നമ്മൾ സിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിക്ലെയർ ദ ടൈപ്പ് ഓഫ് വേരിയബിൾസ് ബിഫോർ ദെയർ ഫസ്റ്റ് യൂസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസിഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ഇൻ സി? സിയിലെ ഒരു ഡിസിഷൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫോർ, ഓപ്ഷൻ ബി ഇഫ് എൽസ്, ഓപ്ഷൻ സി ഡു വൈൽ, ഓപ്ഷൻ ഡി കണ്ടിന്യൂ. അതായത് ഡിസിഷൻ കൺട്രോൾ അതായത് പറയുമ്പോൾ എന്താ? ഇപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യാം. ഇപ്പൊ ഒരു ആള് ബോൾ മുകളിലേക്ക് എറിഞ്ഞു. അപ്പൊ ആ ബോൾ ഒന്നുകിൽ എവിടെയെങ്കിലും പോയി തങ്ങി നിൽക്കാം, ഇല്ലെങ്കിൽ താഴേക്ക് വീരാം. അതൊരു ഡിസിഷൻ ആണല്ലേ. ഒന്നുകിൽ ഇത് സംഭവിക്കാം, ഇല്ലെങ്കിൽ മറ്റൊന്ന് സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ഫോർ എന്ന് പറഞ്ഞ ഒരു ലൂപ്പാണ് അല്ലെ. ഒരേ കാര്യം തന്നെ റെപ്പിറ്റേറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോറ് അതുപോലെ ഡു വൈൽ പോലത്തെ ലൂപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ എന്തിനാ യൂസ് ചെയ്യുന്നത്? ബ്രേക്കിന്റെ കൂടെ അല്ലെ. ബ്രേക്ക് എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ടുള്ള എല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകും. കണ്ടിന്യൂ ആകുമ്പോൾ ആ ഒരു സർട്ടൻ കണ്ടീഷൻ ഏതാണോ വെച്ചേക്കുന്നത് ആ ഒരു സ്റ്റെപ്പ് മാത്രം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് എൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഡിസിഷൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓരോ ഓൾട്ടർനേറ്റ് പാത്ത് വെച്ചിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് 5 ഗ്രേറ്റർ ദാൻ 2, 5 2നെക്കാട്ടി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം 5 ഈസ് ഗ്രേറ്റർ. എൽസ് നമുക്ക് എന്ത് പറയാം? 2 ഈസ് ഗ്രേറ്റർ. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെറ്റ് ഓഫ് എന്താണ് ഡിസിഷൻ കൺട്രോൾ ആയിട്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് വെച്ചിട്ടാണ്? ഇഫ് എൽസ് വെച്ചിട്ടാണ്. അതിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇഫ് എൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്. അപ്പൊ ഈ ഒരു കോഡ് നോക്കുക, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്ത് വരും എന്നാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. അതാണ് കോഡ് നമുക്ക് നോക്കാം. ഇവിടെ ഇന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ എക്സിനെ നമ്മൾ 0 ആയിട്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് എക്സ്, അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞോണം നമ്മൾ എന്താണ് ട്രൂവിനെ നമ്മൾ എപ്പോഴും 1 വെച്ചിട്ടും അതുപോലെ ഫോൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 0 വെച്ചിട്ടും. അപ്പൊ ഇഫ് എക്സ്, എക്സ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണെങ്കിൽ പ്രിന്റ് ഓഫ് എന്താണ്? ട്രൂ. എൽസ് എന്ത് ചെയ്യണം? പ്രിന്റ് ഓഫ് ഫോൾസ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലെ. അപ്പൊ ഇവിടെ വരുന്ന വാല്യൂ എന്താണ്? 0 ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ 1 അല്ലല്ലോ വന്നേക്കുന്നത്. അപ്പൊ എന്തല്ല ഇത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോവില്ല, ഇപ്പൊ താഴേക്കായിരിക്കും പോകുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്തല്ല? 1 അല്ല, അതായത് ട്രൂവിന് കറസ്പോണ്ടിങ് ആയിട്ടല്ല വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എൽസിലേക്ക് പോകും, അതായത് ഫോൾസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ഫോൾസ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് x is equal to 0, so the condition if x evaluates to false and the else block continues printing false. The else block അവർ കൊടുത്തുകൊണ്ടേയിരിക്കും.
ഇവിടെ ഫോൾസ് ആയി പോയതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ നോട്ട് 5 greater than 3 and 2 less than 4? അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം ഇങ്ങനത്തെ വരുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം ബ്രാക്കറ്റ്സിൽ ചെയ്യാം, അതായത് ഇത് സോൾവ് ചെയ്യാം അതിന് ശേഷം ഇത് സോൾവ് ചെയ്യാം, അതിനുശേഷം ഇവിടെ വല്ല ഓപ്പറേഷൻ എടുപ്പുണ്ട് അത് ചെയ്യാം, ആൻഡ് ലാസ്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ മിഡിലിൽ ഏതാണോ വന്നിരിക്കുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമുക്ക് നോക്കാം. 5 greater than 3 ആണോ? ആണ്. ട്രൂ. ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാണ് ഡിനോട്ട് ചെയ്യുക? 1 വെച്ചിട്ടാണ്. അപ്പൊ ഇവിടുത്തെ റിസൾട്ട് 1. 2 less than 4 ആണോ? 2 less than 4 ആണല്ലോ, അതും ട്രൂ ആണ്. അപ്പൊ ഞാൻ ഇതും എന്തായി മാറി? 1 ആയി മാറി. പക്ഷെ ഇവിടെ എന്തൊരു നോട്ട് ഉണ്ട് അല്ലെ? 1ന്റെ നോട്ട് എന്ന് പറയുമ്പോൾ 1ന്റെ ഓപ്പോസിറ്റ് എന്താണ്? 0 ആണ്. അതായത് 5 greater than 3 ആവുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരുന്നു. പക്ഷെ ഇതിന് എന്തുകൂടെ കിടപ്പുണ്ട്? ഒരു നോട്ട് ഉണ്ട്, അതായത് നോട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1ന്റെ ഓപ്പോസിറ്റ്. അപ്പൊ എന്തായി മാറും? 0. അപ്പൊ നമുക്ക് പിന്നെ ആരാ ഉള്ളത്? ആൻഡ് ഓപ്പറേഷൻ. അപ്പൊ 0 ആൻഡ് 1. സോ നിങ്ങൾക്ക് അറിയാലോ എപ്പോഴാണ് നമുക്ക് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ട്രൂ കിട്ടുന്നത്? രണ്ടും ട്രൂ ആയിരിക്കണം അല്ലെ? രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻസർ എന്തായിരിക്കത്തുള്ളൂ? ട്രൂ ആയിരിക്കത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി പോകും? ആൻസർ ഫോൾസ് ആയി പോകും. അപ്പൊ ഇതിന്റെ ആൻസർ 0 ആൻഡ് 1 എന്നുള്ള രീതിയിൽ 0 നമ്മളോട് ആൻഡ് ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? 0 ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 0 അല്ലെങ്കിൽ ഫോൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോജിക്കൽ ഓപ്പറേറ്റർ ഹാസ് ദി ഹൈയസ്റ്റ് പ്രസിഡൻസ്? ഇത് തന്നിരിക്കുന്നതിൽ ഹൈയസ്റ്റ് പ്രസിഡൻസ് ഏത് ഓപ്പറേറ്ററിനാണ്? നമ്മൾ എല്ലാ ഓപ്പറേറ്റേഴ്സും കൂടെ വെച്ചിട്ട് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യാം, അതിനകത്ത് ആ ഒരു പ്രസിഡൻസ് റൂൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്ക് അപ്പൊ ഇക്വേഷൻസും കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും ഹെൽപ്ഫുൾ ആയി മാറും. സോ നമ്മുടെ പ്രസിഡൻസ് റൂൾ പ്രകാരം ഏറ്റവും ഹൈയസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് ഓപ്പറേറ്റർ ആണ്. നോട്ട് ഓപ്പറേറ്റർ ആണ് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് നമ്മുടെ ഓപ്പറേറ്റർ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കഴിഞ്ഞാൽ പിന്നുള്ളത് ആൻഡ് ആണ്, ആൻഡിന് ശേഷം വരുന്നതാണ് ഓർ. ഇതാണ് പ്രസിഡൻസ് റൂൾ ആയിട്ട് വരുന്നത്. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്തില് ഏറ്റവും ഹൈയസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നോട്ട് ഓപ്പറേറ്റർ ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദ ഫോളോയിങ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ? ഈ തന്നിരിക്കുന്ന കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വൈയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമുക്ക് കോഡ് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ഇന്റെ എക്സ് ഇസ് ഈക്വൽ ടു 5. എക്സിൽ നമ്മൾ 5 സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് വൈ എവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ഇഫ് എൽസിനെ തന്നെ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ശരിക്കും എങ്ങനെ നോക്കുന്നത്? ഇവിടെ കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഈ ഫസ്റ്റ് എടുക്കുന്ന വാല്യൂ ആയിരിക്കും, ഈ ക്വസ്റ്റ്യൻ മാർക്ക് ശേഷം എടുക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എൽസ് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വാല്യൂ ആയിരിക്കും നോക്കുക. ഇതാണ് ആ ഒരു എന്താ ടെർണറി ഓപ്പറേറ്റർ ആയിട്ട്. ടെർണറി ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുക, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന വാല്യൂ എടുക്കുക, ഫോൾസ് ആണെങ്കിൽ നെക്സ്റ്റ് കിടക്കുന്ന ഈ ഒരു കോളിന് ശേഷം കിടക്കുന്ന വാല്യൂ എടുക്കുക. നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ 10. എക്സ് ഗ്രേറ്റർ ദാൻ 10 ആണോ എന്ന്. എക്സിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ 10 ആണോ? അല്ല. അപ്പൊ എന്താണ്? ഫോൾസ്. കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? വൈയിലേക്ക് 100 അസൈൻ ചെയ്യായിരുന്നു. y is equal to എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെർണറി ഓപ്പറേറ്റർ കൊടുത്തത് വൈയുടെ വാല്യൂ എന്താവും എന്നുള്ളതാണ്. അപ്പൊ 5 greater than 10 ആണോ? അല്ല. അപ്പൊ ഫോൾസ് ആയി. ട്രൂ ആണെങ്കിൽ ഈ വാല്യൂ എടുക്കാം, ഫോൾസ് ആണെങ്കിൽ ഈ വാല്യൂ എടുക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി. സോ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 200 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 200 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a switch statement can be used to replace option A a single if statement, option B a while loop, option C multiple if else statements, option D a for loop. അപ്പൊ നമ്മൾ എന്തിനാണ് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഓപ്ഷൻസിൽ ഏത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു സാധാരണ ഒരൊറ്റ ഇഫ് സ്റ്റേറ്റ്മെന്റ് മാറ്റാൻ വേണ്ടി നമുക്ക് സ്വിച്ച് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്തിനാ സ്വിച്ച് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? ഒരു മൾട്ടിപ്പിൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് വരികയാണ് അല്ലെ. അപ്പൊ ഒരേ വേരിയബിൾ അഗൈൻസ്റ്റ് തന്നെയായിട്ട് മൾട്ടിപ്പിൾ കേസസ് വരുവാണ്, പല പല കോൺസ്റ്റന്റ് വാല്യൂസ് ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കോഡ് കുറച്ചുകൂടെ ക്ലീനർ ആവും, കുറച്ചുകൂടെ റീഡബിൾ ആവും, അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി കുറച്ചുകൂടെ കുറയുകയും ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫോർ ലൂപ്പിന്നോ വൈൽ ലൂപ്പിന്നോ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ അതിന്റെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടിപ്പിൾ ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ കമ്പയറിംഗ് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ
ഏത് ആൻസറിലേക്കാണോ നമുക്ക് ഏത് കണ്ടീഷനാണോ നമ്മൾ നോക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മൾട്ടിപ്പിൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലൂപ്പ് ഈസ് ഗ്യാരണ്ടീഡ് ടു എക്സിക്യൂട്ട് ഇറ്റ്സ് ബോഡി അറ്റ്ലീസ്റ്റ് വൺസ്? നമ്മൾ പല ടൈപ്പ് ഓഫ് ലൂപ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമുക്കൊരു കാര്യം റെപ്പിറ്റേഷൻ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ സി പ്രോഗ്രാമിംഗിൽ മെയിൻലി 3 ലൂപ്സ് ആണുള്ളത്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. അപ്പൊ ഇതിൽ ഏത് ലൂപ്പാണ് ഒരു വട്ടമെങ്കിലും ബോഡി എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഇതാക്കുന്നത്? അറിയാലോ, ഏതാണ്? നമ്മുടെ ഡു വൈൽ ലൂപ്പ് ആണ് അല്ലെ. ഇപ്പൊ ഫോർ ലൂപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ വൈൽ ലൂപ്പ് ആണെങ്കിലും അവർ രണ്ടുപേരും കണ്ടീഷൻ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, ബോഡിയിലേക്ക് എൻട്രി ചെയ്യത്തുള്ളൂ. പക്ഷെ ഡു വൈൽ അങ്ങനെയല്ല. നമ്മൾ ഡു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെറ്റ് ഓഫ് കോഡ് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, വൈൽ ഇപ്പോ n ഗ്രേറ്റർ ദാൻ 0 അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പൊ എന്താണ്, ഈ ഒരു ആദ്യത്തെ തവണ എന്ത് ചെയ്യും, ഇപ്പം n എന്ന് പറയുന്നത് ഇപ്പം 0 ആണെന്ന് വിചാരിച്ചു ആണെങ്കിൽ അത് എന്ത് ചെയ്യും, ഈ ഒരു ഇതിലേക്ക് ഈ ലൂപ്പിലേക്ക് കയറുകയും ഈ ഒരു ഇത്രയും സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടും ചെയ്തതിനു ശേഷമാണ് അവർ എന്ത് ചെയ്യുക, ഈ ഒരു വൈൽ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നതും പിന്നെ അത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഒരു വട്ടമെങ്കിലും എന്തായിക്കോളും, ബോഡി അത് എക്സിക്യൂട്ട് ചെയ്യും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഫോർ ലൂപ്പ് ദ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഈസ് എക്സിക്യൂട്ടഡ്. എങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പിൽ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വൺസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്, ഓപ്ഷൻ ബി ബിഫോർ ഈച്ച് ഐറ്ററേഷൻ, ഓപ്ഷൻ സി ആഫ്റ്റർ ഈച്ച് ഐറ്ററേഷൻ, ഓപ്ഷൻ ഡി അറ്റ് ദി എൻഡ് ഓഫ് ദ ലൂപ്പ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എങ്ങനെയാ, ബിഗിനിങ് ഓഫ് ദ ലൂപ്പിലാണല്ലോ നമ്മളത് പോകുന്നത് അല്ലെ. ഒരൊറ്റ വട്ടം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ അല്ലെ. എങ്ങനെ നമ്മൾ ഫോർ ഇൻഡെക്സ് പോകുന്നത്, ഫോർ ഇപ്പോ i is equal to 0, i less than n, i plus plus ഇതാണല്ലോ പോകുന്നത്. അതിൽ ഈ ഒരു പാർട്ടാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. i is equal to 0 അത് നമ്മൾ ഒരൊറ്റ വട്ടേ നമ്മൾ നോക്കത്തുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തോളും, ഈ ലൂപ്പിനകത്ത് എന്തോരം ഡേറ്റ ഉണ്ടോ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ കണ്ടീഷൻ അനുസരിച്ചാണ്. ആൻഡ് ഇത് അപ്ഡേഷൻ. ഇപ്പൊ ഓർത്തോണം, ഇതാണ് ഇനിഷ്യലൈസേഷൻ, ഇത് കണ്ടീഷൻ ആൻഡ് ഇതാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടേയിരുന്നോളൂ, ആ ലൂപ്പ് റൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ലൂപ്പിന്റെ ബിഗിനിങ്ങിൽ ഒരൊറ്റ വട്ടം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഒരു ഫോർ ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്യാറുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വൺസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഡു വിത്തിൻ എ ലൂപ്പ്? ഒരു ലൂപ്പിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ skips the current iteration, ഓപ്ഷൻ ബി exits the loop entirely, ഓപ്ഷൻ സി restarts the loop, ഓപ്ഷൻ ഡി pauses the program. അപ്പം ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ലൂപ്പിലേക്ക് കൊണ്ടുവയ്ക്കുവാണെങ്കിൽ ആ ലൂപ്പിന് എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി ടെർമിനേറ്റ് ചെയ്യും അല്ലെ. എന്നിട്ട് അതിന്റെ ആ ഒരു ട്രാൻസ്ഫർ കൺട്രോൾ എന്ത് ചെയ്യും, ഏതാണോ സ്റ്റേറ്റ്മെന്റ് ആ ഒരു ഫോളോയിങ് സ്റ്റേറ്റ്മെന്റിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. അതായത് ഇപ്പം ഒരു ലൂപ്പ് ഉണ്ട്, അതെന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ബ്രേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു നമുക്കൊരു ഈ ലൂപ്പ് നമ്മളൊരു ഇപ്പൊ ഒരു എന്തെങ്കിലും സെർച്ചിങ്ങോ കാര്യമോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ആ എലമെന്റ് ഫൗണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോകണമെന്നില്ല എന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു അറേ ഉണ്ട്, സാധാ ലീനിയർ സെർച്ച് പറഞ്ഞു നോക്കാം. അതിപ്പോ നമുക്ക് എന്താണ്, ഈ ഒരു ഓരോ അറേയിൽ ഓരോ എലമെന്റിലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ ആ ഒരു എലമെന്റിനെ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഞാൻ അപ്പുറത്തോട്ട് പോയി സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിൽ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു അറയിൽ ഓരോയിടത്തേക്കും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പ് ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ അറയിൽ ഓരോ ഇടത്തേക്കും പോകും. എവിടെയെങ്കിലും വെച്ച് നമ്മൾ അന്വേഷിക്കുന്ന എലമെന്റിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ലൂപ്പിൽ നിന്ന് പുറത്ത് ബ്രേക്ക് ചെയ്ത് പുറത്തു വരും. എന്നിട്ട് നമ്മൾ ആ എലമെന്റിനെ കണ്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി ലൂപ്പിന് ഇമ്മീഡിയറ്റ്ലി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എക്സിറ്റ്സ് ദ ലൂപ്പ് എൻറ്റയർലി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു. എന്തിനാണ് നമ്മൾ പ്രോഗ്രാമിൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്? ഈ ബ്രേക്കും കണ്ടിന്യൂവും തമ്മിൽ കുറച്ച് ചെറിയ വ്യത്യാസമുള്ള, രണ്ടും തമ്മിൽ മാറിപ്പോലെ കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കാം.
Okay, option A, terminate the program. Option B, exit the current loop iteration and proceed to the next iteration. Option C, skip the rest of the program. Option D, break out of all nested loops. അപ്പൊ എന്താണ് ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്? അപ്പൊ കണ്ടിന്യൂ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂപ്പിന് ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതായത് ഇപ്പൊ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ പോലത്തെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോഗ്രാം എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിമൈനിങ് കോഡിനെ അത് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് കളയും ആ ഒരു കറന്റ് ഐറ്ററേഷനിൽ. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത ഐറ്ററേഷനിലേക്ക് അത് പോകും. അതിപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പൊ 4i is equal to 0, i less than n, i plus plus. എന്നിട്ട് നമ്മളിപ്പോ ഇവിടെ ഇതിനകത്ത് പ്രിന്റ് ഓഫ് എന്താ എന്നിനെ എങ്ങനെ പ്രിന്റ് ചെയ്തോണ്ടിരിക്കുകയെന്ന് വെച്ചോ, i is ഈ ഒരു എന്നിങ്ങനെ പ്രിന്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കാന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുവാണ് ഒരു കണ്ടിന്യൂ അറ്റ് 3. ആ ഒരു ഇപ്പൊ ഇവിടെ ഇഫ് n ഈക്വൽ ടു 3 ഞാൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ 3 ആവുന്ന സമയത്തുള്ള ആ ഒരു ഐറ്ററേഷൻ എന്തായി പോകും, സ്കിപ്പ് ആയിട്ടങ്ങ് പോകും. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടി പിന്നെ എന്ത് ചെയ്തു, ഇപ്പൊ ഇത് വെച്ചിട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാം പ്രിന്റ് ആയി വരും. ഇപ്പൊ എന്നിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 തൊട്ടാണ് എങ്കിൽ 1 പ്രിന്റ് ആവും, 2 പ്രിന്റ് ആവും. എന്നിന്റെ വാല്യൂ 3 ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ എടുക്കാം, അതായത് ആ ഐറ്ററേഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യില്ല, ഇതിനെ പ്രിന്റ് ചെയ്യില്ല. ഈ സ്റ്റേറ്റ്മെന്റ് താഴെയാണ് വരണ്ടേ, അത് എന്ത് ചെയ്തില്ല, പ്രിന്റ് ചെയ്യും. അപ്പൊ 3 വരില്ല, അടുത്ത 4 വരും. ആ ഒരു രീതിയിൽ അങ്ങ് എന്ത് ചെയ്തോളും, വെക്കോളും. സോറി, എന്നിന്റെ വാല്യൂ സാമ്പിൾ കൊടുത്തേട്ടോ 5 വല്ലോ. അപ്പൊ ആ രീതിയിൽ അങ്ങനെ പൊയ്ക്കുള്ളൂ. അതായത് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് എവിടെ കൊടുക്കുന്നോ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം എന്ത് ചെയ്തോളൂ, അത് സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ. അതിന്റെ ബാക്കിയുള്ളതെല്ലാം അത് പൊയ്ക്കോളും. നമ്മളൊരു സാമ്പിൾ കോഡ് അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, അപ്പൊ അതൊക്കെ കുറച്ചുകൊണ്ട് അത് മനസ്സിലാവും. അതാണ് കണ്ടിന്യൂ ബ്രേക്കും തമ്മിലുള്ള വ്യത്യാസം. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി താഴേക്കുള്ള ആ ഒരു ഐറ്ററേഷൻ പിന്നെ എന്ത് ചെയ്യത്തില്ല, അത് ഫോളോ ചെയ്യത്തില്ല, അത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് പുറത്തു വരും. കണ്ടിന്യൂ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നിങ്ങളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷനിൽ മാത്രം അത് ഇമ്മീഡിയറ്റ്ലി ജമ്പ് ചെയ്തിട്ട് അടുത്ത ഐറ്ററേഷനിലേക്ക് അത് എന്ത് ചെയ്യുക ചെയ്യുന്നത്, മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എക്സിറ്റ് ദ കറന്റ് ലൂപ്പ് ഐറ്ററേഷൻ ആൻഡ് പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് ഐറ്ററേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The default return type of a function in C if not specified. അപ്പൊ ഒരു ഫംഗ്ഷൻ സിക്കകത്ത് ഒരു ഫംഗ്ഷന്റെ ഡീഫോൾട്ട് റിട്ടേൺ ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വോയിഡ്, ഓപ്ഷൻ ബി ഇന്റ്, ഓപ്ഷൻ സി ഫ്ലോട്ട്, ഓപ്ഷൻ ഡി ക്യാർ. അപ്പൊ നമുക്കൊരു ഡീഫോൾട്ട് ഫംഗ്ഷൻ നമ്മൾ ചിലപ്പോൾ റിട്ടേൺ ടൈപ്പ് കൊടുത്തില്ല, അപ്പൊ നമ്മൾ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ സി പ്രോഗ്രാം അതിന്റെ കമ്പൈലർ എന്ത് ചെയ്യും, ഒരു ഡീഫോൾട്ട് റിട്ടേൺ ടൈപ്പ് അതിന് അസൈൻ ചെയ്ത് വെക്കും. അത് ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ സിക്കകത്ത് അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്തില്ല എങ്കിൽ നമ്മുടെ കമ്പൈലർ അസ്യൂം ചെയ്യുന്ന റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റ് ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഡിക്ലെയർ ഇൻസൈഡ് എ ഫംഗ്ഷൻ ഈസ്. ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിളിന്റെ സ്കോപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഫംഗ്ഷനകത്താണ്, അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി, അതിനകത്ത് നമ്മൾ വീണ്ടും ഒരു ഫംഗ്ഷൻ എഴുതി, ഈ ഒരു ഫംഗ്ഷനകത്ത് ഞാനിപ്പോ എന്ത് ചെയ്യാണ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ഇപ്പോ ഇന്റ് എ. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ സ്കോപ്പ് എവിടേക്കാന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്ലോബൽ, ഓപ്ഷൻ ബി ഫയൽ, ഓപ്ഷൻ സി ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി പെർമനന്റ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഉള്ളില് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ലോക്കൽ വേരിയബിൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ഈ ഫംഗ്ഷൻ അകത്ത് മാത്രമേ എന്തായിരിക്കത്തുള്ളൂ, ആക്സസിബിൾ ആയിരിക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഈ ഒരു ഫംഗ്ഷന് പുറത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എനെ ഉപയോഗിക്കാൻ നോക്കുകയാണ്, എ ഈസ് ഈക്വൽ ടു 5 എന്നെല്ലാം ഉപയോഗിക്കാൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും, എറർ വരും. ഇതാരാന്ന് ചോദിച്ചിട്ട്, കാരണം ഈ എ ഇവിടെ മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ, ഈ ഫംഗ്ഷനകത്ത് ഇത്രയും പോർഷനിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, എ ആക്സസിബിൾ ആയിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷൻ ബ്ലോക്ക് സ്കോപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്? എന്താണ് ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുള്ളതാണ്. Option A, the definition of the function. Option B, a declaration of the function's name, return type and parameters before its use. Option C, the first line of the function definition. Option D, a call to the function. അപ്പൊ എന്തിനാണ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കുന്നത്? നമ്മളൊരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പൈലറിനെ അറിയിക്കാൻ വേണ്ടിയാണ്. അത് ഈ ഫംഗ്ഷൻ എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ ഒരു ഐഡിയ നമ്മുടെ
കമ്പൈലറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്, അതിന്റെ പേരെന്താണ്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് അതിൽ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ വിളിക്കുന്നതിന് മുമ്പേ നമ്മുടെ കമ്പൈലർ എന്തായിരിക്കും ആ ഒരു ഫംഗ്ഷനെ പറ്റി മൊത്തത്തിലുള്ളൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഫംഗ്ഷന്റെ നെയിം, അതിന്റെ റിട്ടേൺ ടൈപ്പ്, അതിന്റെ പാരാമീറ്റേഴ്സ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. A function prototype is a declaration of the function's name, return type and parameters before its use. Okay. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കോൾ ബൈ വാല്യൂ ഏതാണ് കോൾ ബൈ വാല്യൂ ആക്കുന്നത്? നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? കോൾ ബൈ വാല്യൂ, കോൾ ബൈ പാരാമീറ്റർ, ഓരോന്നിന്റെ എങ്ങനെയാ വരുന്നതെന്ന് കണ്ടീഷനും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. ആ ഒരു മെമ്മറി ഉൾപ്പെടെ നമ്മളത് സെൻഡ് ചെയ്ത് കൊടുക്കുവോ, അത് വേരിയബിൾസ് മാത്രമാണ് നമ്മൾ പാസ് ചെയ്യുക, അത് ക്ലിയർ ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് changes to the parameter inside the function after the original argument. Option B, the address of the argument is passed. Option C, a copy of the argument's value is passed. Option D, it's used for arrays. അപ്പൊ നമ്മൾ കോൾ ബൈ വാല്യൂല് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? ആ ആർഗ്യുമെന്റിന്റെ വാല്യൂവിന്റെ ഒരു കോപ്പി ആയിരിക്കും പാസ് ചെയ്ത് കൊടുക്കുക, അല്ലാതെ എന്ത് ചെയ്യത്തില്ല, ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കൊടുക്കില്ല. ഇപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അത് ഞാൻ 5 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഞാൻ കോൾ ബൈ വാല്യൂ ഉപയോഗിച്ചാണ് ഞാൻ ഈ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത് എങ്കിൽ ഈ a is equal to 5 എന്താണ് ഒരു കോപ്പി, ഞാൻ ഇതിന്റെ ഒരു കോപ്പി റെപ്ലിക്കേഷൻ ഞാൻ ഉണ്ടാക്കും. എന്താണ് n എന്ന് വല്ല ഒരു പേര് കൊടുത്തിട്ട് അത് 5 എന്നായിരിക്കും. ഇതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മോഡിഫിക്കേഷൻസ് ഈ ഇതിനായിരിക്കും ഞാൻ ആ ഒരു ഫംഗ്ഷനകത്തേക്ക് ഇത് കൊണ്ട് എന്ത് മോഡിഫിക്കേഷൻസ് വരുത്തിയാലും ഈ ഒരു കോപ്പിയിലായിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു മോഡിഫിക്കേഷൻസ് വരിക. നമ്മുടെ ഒറിജിനൽ എലമെന്റിൽ എന്ത് ചെയ്യത്തില്ല, വ്യത്യാസമൊന്നും തന്നെ വരത്തില്ല. സോ ഇപ്പൊ കോൾ ബൈ റെഫറൻസ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ആ ഒരു അഡ്രസ് ഉൾപ്പെടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഇതിന്റെ അഡ്രസ് സ്പേസ് എന്താണ്, ഇപ്പൊ 101 ആണെങ്കിൽ ആ ഒരു വിത്ത് അഡ്രസ് ആയിരിക്കും ഇതാക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നോ ആ ചേഞ്ചസ് എല്ലാം എന്ത് ചെയ്തോളും, ഇവിടെ ഡയറക്റ്റ് അഫക്ട് ചെയ്യും. സോ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് രണ്ടും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, സോ ഇതിന്റെ ആൻസർ പറഞ്ഞില്ല. കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മെമ്മറി അഡ്രസ് ഓഫ് ദി ആർഗ്യുമെന്റ് ഈസ് പാസ്ഡ് അലോയിങ് മോഡിഫിക്കേഷൻ ഓഫ് ദി ഒറിജിനൽ. ഓക്കെ, സോറി, എ കോപ്പി ഓഫ് ദ ആർഗ്യുമെന്റ്സ് വാല്യൂ ഈസ് പാസ്ഡ് അല്ലേ, ഒരു ആർഗ്യുമെന്റ് വാല്യൂന്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കോൾ ബൈ റെഫറൻസ് ഓക്കെ സ്റ്റിമുലേറ്റഡ് യൂസിങ് പോയിന്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ സിമുലേറ്റ് ചെയ്തേക്കുന്ന കോൾ ബൈ റെഫറൻസ് ആണ് എങ്കിൽ അതിന്റെ വർക്ക് എങ്ങനെയായിരിക്കും ചോദിച്ചിരിക്കുന്നത്. Option A, the function works on a copy of the data. Option B, the memory address of the argument is passed allowing modification of the original. Option C, it is the default method in C. Option D, it cannot modify the original variable. അപ്പൊ കോൾ ബൈ റെഫറൻസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന, ആർഗ്യുമെന്റ് മെമ്മറി അഡ്രസ് ഉൾപ്പെടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ ഡേറ്റയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് പറ്റും. ഇപ്പൊ പറഞ്ഞില്ലേ a is equal to 10, ഇതാണെങ്കിൽ നമ്മൾ കോൾ ബൈ റെഫറൻസ് വിത്ത് സിമുലേറ്റഡ് പോയിന്റേഴ്സ് വെച്ച് ഇതാക്കുന്നെങ്കിൽ നമ്മൾ ഈ ഒരു അഡ്രസ് ഉൾപ്പെടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയ ആ വ്യത്യാസം ഡയറക്റ്റ് എന്തായിക്കോളും, ഈ മെമ്മറിയിൽ വന്ന് മാറിക്കൊണ്ടേയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ മെമ്മറി അഡ്രസ് ഓഫ് ദി ആർഗ്യുമെന്റ് ഈസ് പാസ്ഡ് അലോയിങ് മോഡിഫിക്കേഷൻ ഓഫ് ദി ഒറിജിനൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, വേരിയബിൾസ് ഡിക്ലെയർ ഔട്ട്സൈഡ് ഓൾ ഫംഗ്ഷൻസ് ഹാവ് ഡാഷ് സ്കോപ്പ്. ഓക്കെ, ഒരു ഫംഗ്ഷന് പുറത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിന്റെ സ്കോപ്പ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ലോക്കൽ, ഓപ്ഷൻ ബി ബ്ലോക്ക്, ഓപ്ഷൻ സി ഗ്ലോബൽ ഓർ ഫയൽ, ഓപ്ഷൻ ഡി ഫംഗ്ഷൻ. അപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ ഈ ഫംഗ്ഷന് പുറത്തായിട്ട് നമ്മളിപ്പോ ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാണ്, എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും, ഗ്ലോബൽ അല്ലെങ്കിൽ ഫയൽ ആയിരിക്കും. ഓക്കെ, സോ എല്ലാ ഫംഗ്ഷൻസിന് പുറത്ത് നമ്മൾ ഏത് വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും അതെന്തായിരിക്കും, ഗ്ലോബൽ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അത് ആ ഒരു പ്രോഗ്രാമിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസിനും, ആ ഫയലിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസിനും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്ലോബൽ വേരിയബിളിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്ലോബൽ ഓർ ഫയൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how are elements of a one dimensional array stored in memory? നമുക്കറിയാം രണ്ട് ടൈപ്പ് അറേ ഉണ്ടാവും അല്ലെ, 1 dimensional ഉണ്ട്, 2 dimensional അല്ലെങ്കിൽ n dimensional അറേ, അങ്ങനെ രീതിയിൽ നമുക്ക് കൊണ്ടുപോയിട്ട് പറ്റും. അപ്പൊ 1 dimensional അറേ ആകുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നതാണ്.
Option A randomly, option B in contiguous memory locations, option C in a linked list, option D in separate memory segments. ഏത് രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? ഒരു വൺ ഡയമെൻഷണൽ അറേ ARR, ഒരു വൺ ഡയമെൻഷണൽ അറേ ആണ്. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക 0 എന്നാണ് അല്ലെ? ഇങ്ങനെ പോകും. അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മളിപ്പോ ഞാൻ ഈ ഒരു അറേയിലേക്ക് ഞാൻ കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, 1 2 3 4 ഉണ്ടെങ്കിൽ ഈ വൺ ഡയമെൻഷണൽ അറേയിലേക്ക് നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനെ സ്റ്റോർ ചെയ്യുക? ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ, കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവയ്ക്കുക അല്ലെ? അതിപ്പോ ഫസ്റ്റ് എലമെന്റ് 1 ഇവിടെ വരും, നെക്സ്റ്റ് എലമെന്റ് 2 ഇവിടെ വരും, അടുത്ത എലമെന്റ് 3 ഇവിടെ വരും, അതിന്റെ അടുത്ത എലമെന്റ് 4. കണ്ടിന്യൂസ് അടുത്തടുത്ത്, അല്ലാതെ റാൻഡം ആയിട്ട് നമുക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റില്ല, അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ 1 വെച്ചു, ഇവിടെ 2 വെച്ചു, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് 4 വെച്ചു, അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് അങ്ങനെ വെറുതെ സ്പേസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ഒരു കണ്ടിന്യൂസ് മാനറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെമ്മറി ലൊക്കേഷൻസ് ബുക്ക് ചെയ്ത് പോകുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. ഓക്കെ, next question. If int ARR5 is equal to 1 2 3, what are the values of ARR3 and ARR4? അപ്പൊ ARR5, അപ്പൊ അറേയുടെ പേരാണ് ARR, int കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ അറേ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ടൈപ്പ് അറേയാണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 5 ആണ് അതിന്റെ സൈസ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരിക. ഇതാണ് നമ്മുടെ ARR എന്ന് പറയുന്ന അറേ. ഇതില് നമുക്കറിയാം അറേയുടെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? 0 നിന്നാണ് അല്ലെ? 0 1 2 3 4. ഇതിനുള്ള എലമെന്റ്സ് ആണ് 1 2 3, 1 2 3. അപ്പൊ ARR0 എന്ന് പറഞ്ഞ ഇതാണ്, ARR1 എന്ന് പറഞ്ഞ ഇതാണ്, ARR2 എന്ന് പറഞ്ഞ ഇതാണ്. ARR3യിലും 4ലും എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ARR3യും ARR4ഉം. അവിടെ എന്തെങ്കിലും എലിമെന്റ് അവിടെ പ്രസന്റ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ അറേയില് എന്താണ്, അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. ഒരു 4 സ്പേസുള്ള അറേ എന്നത് ആദ്യം അതിനകത്ത് ഫുൾ എന്തായിരിക്കും? 0 ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നിങ്ങൾ എലമെന്റ്സ് ഫില്ല് ചെയ്യുമ്പോൾ, ഇപ്പൊ 1 2 3 എന്നുള്ള രീതിയിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ 0നെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുക? ഈ 1 2 3 ഒക്കെ കയറിയിരിക്കുക. അപ്പൊ ഇവിടെ എന്താ ഇപ്പൊ ആക്ച്വലി ഉള്ളത്? 0 ആണ്. അപ്പൊ ARR3യിലും ARR4ലും ഉള്ളത് എന്താണ്? 0 ആൻഡ് 0 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 0 ആൻഡ് 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് എലമെന്റ് ഇൻ ആൻ അറേ ഈസ്. അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാലോ, ഒരു അറേ ഇൻഡെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ്? 0യിൽ നിന്നാണ് അല്ലെ? 0 1 2 3 എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ 0 ആണ്. 0യിൽ നിന്നാണ് ഇപ്പോഴും നമ്മുടെ അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ അത് ലൂപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകണം കേട്ടോ. കൺഫ്യൂഷൻ ആവും. ചില സമയത്ത് നമ്മൾ സൈസ് എടുക്കുന്ന സമയത്ത് നമ്മൾ സൈസ് n-1 എന്നൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ്. ഇത് അറേയുടെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നായോണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a 2D array declared as int matrix 3 4, how many elements does it have? അപ്പൊ നമുക്കൊരു മെട്രിക്സ് എന്ന് പറയുന്ന ഒരു 2 ഡയമെൻഷണൽ അറേ ഉണ്ട്. ഓക്കെ, അത് എന്താണ്? അതിന്റെ റോസും കോളംസും 3യും 4ഉം ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മുഴുവൻ നമുക്ക് എത്ര എലമെന്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 ഡയമെൻഷണൽ അറേ വിത്ത് സൈസ് എന്താണ്? 3യും 4ഉം ആണ് അല്ലെ? 3 റോയും 4 കോളം എന്നുള്ള രീതി. അപ്പൊ അതിൽ മൊത്തം എത്ര എലമെന്റ് ഫില്ല് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 3 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12. അപ്പൊ ഈ ഒരു മെട്രിക്സ് ഈ ഒരു രീതിയിൽ പോകും. ഈ ഒരു രീതിയിലേക്ക് അത് പോകും. അപ്പൊ ഇതിൽ മൊത്തം നമുക്ക് എന്ത് ചെയ്യും? ഓരോ ഇടത്തായിട്ട് നമുക്ക് ഓരോരോ എലമെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, 12 എലമെന്റ്സ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. 3 റോയും 4 കോളം എന്നുള്ള രീതിയിൽ 2 ഡയമെൻഷണൽ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്താൽ എത്ര എലമെന്റ്സ് ഫില്ല് ആവുന്ന ചോദിച്ചാൽ ഒരു റോ ഇൻറ്റു കോളം ചെയ്താൽ മതി. 3 × 4 12 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 12 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A structure in C is. C പ്രോഗ്രാമിംഗിൽ സ്ട്രക്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്താണെന്നാണ്? ഓപ്ഷൻ എ collection of similar data types, option B a user defined data type that groups variables of different types, option C used only for arrays, option D a type of function.
ഇത് ഏതാണ് ഒരു സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്ട്രക്ചർ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെട്രോജീനിയസ് ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യുക ഒന്നിച്ചു കൊണ്ടുവരാൻ. അതിപ്പോ അറയില് ഇപ്പൊ നമ്മൾ അറേ ഇന്റീജർ ടൈപ്പ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ, ഇന്റീജേഴ്സ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഒരു അറേ നമ്മൾ ക്യാരക്ടർ ടൈപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്ത് മാത്രമേ പറ്റൂ, ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സേവ് ചെയ്യാൻ പറ്റൂ. അതായത് ഒരു അറേക്കകത്ത് നമുക്ക് രണ്ട് കോളത്തില് നമ്പേഴ്സും അടുത്തതില് ആൽഫബറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സേവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, സ്ട്രക്ചർ കൊണ്ടുവന്നത് അല്ലെ. സ്ട്രക്ചർ എന്താണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. അതിനകത്ത് എന്ത് ചെയ്യാം, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് പല പല ടൈപ്പുള്ള ഇന്റീജറോ എന്താ സ്ട്രിങ്ങോ ക്യാരക്ടറോ അങ്ങനെ പല പല ഡേറ്റ ടൈപ്സ് ഉള്ള വേരിയബിൾസിനെ ഒന്നിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സി പ്രോഗ്രാമിംഗിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ്, എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ദാറ്റ് ഗ്രൂപ്സ് വേരിയബിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. Okay. Next question. Which operator is used to access members of a structure using a pointer to the structure? ഇതിനകത്ത് എന്ത് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രക്ചറിനകത്ത് ഓരോ മെമ്പേഴ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്ന. ഓപ്ഷൻ എ ഡോട്ട്, ഓപ്ഷൻ ബി ആസ്ട്രിക്, ഓപ്ഷൻ സി ആരോ, ഓപ്ഷൻ ഡി അഡ്രസ് ഓഫ്. നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ആരോ ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. യൂസിങ് എ പോയിന്റർ, പോയിന്റർ ഉള്ള സമയത്ത് ഒരു സ്ട്രക്ചറിനകത്ത് നമുക്ക് പോയിന്റർ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡോട്ട് ഉപയോഗിച്ച് നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രക്ചർ വേരിയബിളിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ആരോ മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മെമ്പറിനെ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആരോ. ഇനി next question. The base address of an array is the address of its option A last element, option B first element, option C middle element, option D name of the array. ഒരു അറേയുടെ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് ഇതിനകത്തിൽ ഏതുമായിട്ടാണ് ഉൾക്കൊണ്ട് വന്നേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോ അറിയാം ARR, ഓക്കെ, 0 1 2 3 4. ഈ അറേ എവിടെയായിരിക്കും എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ അറേ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിന്റെ അഡ്രസ് ഇതിൽ ഏത് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാം. ലാസ്റ്റ് എലമെന്റ് അഡ്രസ്, ഇപ്പൊ ഈ ഒരു ARR4ന്റെ അഡ്രസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അറേനെ കണ്ടുപിടിക്കാൻ പറ്റുമോ, അത് ഫസ്റ്റ് എലമെന്റ് വെച്ചാണോ മിഡിൽ എലമെന്റ് വെച്ചാണോ, അതോ ഒരു അറേയുടെ പേര് ARR എന്ന് പറയുന്ന പേര് വെച്ചാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പൊ അറിയാലോ, സി പ്രോഗ്രാമിൽ അറേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ് അല്ലെ. ഒരു ഈ ഡേറ്റ ടൈപ്പ് ഉള്ള ഡേറ്റാസിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മെമ്മറി ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അതിന്റെ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും അല്ലെ. ഈ ഒരു ഫസ്റ്റ് എലമെന്റ് ഏതാണോ അതിന്റെ അഡ്രസ് ആയിരിക്കും എന്ന് പറയുന്നത് ആ ഒരു അറേയുടെ അഡ്രസ് എന്ന് പറയുന്നത്. അതായത് ARR ഓഫ് 0ന്റെ അഡ്രസ് ആയിരിക്കും, ഫസ്റ്റ് എലമെന്റ് അഡ്രസ് ആയിരിക്കും നമ്മുടെ അറേയുടെ ബേസ് അഡ്രസ് ആയിട്ട് വരുന്നത് അല്ലെ. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി ഫസ്റ്റ് എലമെന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു പീസ് ഓഫ് കോഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് എന്താന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്. ഓക്കെ, സോ ഇവിടെ മെയിൻ ഫംഗ്ഷൻ അകത്ത് എഴുതിയേക്കുന്നത് ഇന്റ് A is equal to 10, B is equal to 5, C. പിന്നെ നമുക്കൊരു ടെർണറി ഓപ്പറേറ്റർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സിയുടെ വാല്യൂ എന്താണെന്നാ പറയുക. ഇപ്പൊ ഈ ഒരു ടെർണറി ഓപ്പറേറ്റർ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നോ അതായിരിക്കും നമ്മുടെ സിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. എന്നിട്ട് ആ സീനെ പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ സിയുടെ വാല്യൂ എന്താണെന്നുള്ളത് ഏതാണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 10 ആണോ 5 ആണോ 1 ആണോ 0 ആണെന്നുള്ളത്. അപ്പൊ ടെർണറി ഓപ്പറേറ്റർ പ്രകാരം എങ്ങനെയാണ് അത് കിടക്കുന്നത്, സി ഇസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി ആണോ, അത് ട്രൂ ആണ് എങ്കിൽ എയുടെ വാല്യൂ എടുക്കുക, എൽസ് എന്ത് ചെയ്യുക, ബിന്റെ വാല്യൂ എടുക്കുക എന്നുള്ളതാണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10ഉം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്, എ ഗ്രേറ്റർ ദാൻ ബി. അപ്പൊ എന്താണ്, 10 ഗ്രേറ്റർ ദാൻ 5 ആണോ, ആണല്ലോ, ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ നമ്മൾ ഏത് പോർഷൻ എടുക്കുന്നത്, ഈ ഒരു പോർഷൻ. ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ ഈ വാല്യൂ എടുക്കും, ഫോൾസ് ആണെങ്കിൽ ഈ ഒരു പാർട്ട് എടുക്കുന്നത്. അപ്പൊ ട്രൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എയുടെ വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിയിലേക്ക് വെക്കും. എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 10 ആണ് അല്ലെ. അപ്പൊ ആ 10 എടുത്ത് നമ്മൾ സിയിലേക്ക് വെക്കും. അപ്പൊ എന്തായി മാറും, സി ഇസ് ഈക്വൽ ടു 10. അപ്പൊ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 10. ഓക്കെ, ടെർണറി ഓപ്പറേറ്റർ ഭയങ്കര സിമ്പിൾ ആണ്. ആ ഒരു if else കണ്ടീഷൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും, ടെർണറി ഓപ്പറേറ്റർ ആയിട്ട് അത് കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്. ഈ ഒരു പീസ് ഓഫ് കോഡിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ,
സോ ഇവിടെ നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്തില് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 1. എന്നിട്ട് ഡു വൈൽ ലൂപ്പ് ആണ് കൊടുത്തേക്കുന്നത്. പ്രിന്റ് എക്സ് എന്നിട്ട് എന്ത് ചെയ്യാണ്, എക്സിനെ ഇൻക്രിമെന്റ് ചെയ്യാണ്. എന്നിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, കണ്ടീഷൻ വരുന്നത്. ഒരു തവണ എന്തായാലും ഈ ലൂപ്പ് എന്താവുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഡു വൈൽ ലൂപ്പ് അങ്ങനെയാണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് ഈ ലൂപ്പ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സിന്റെ വാല്യൂ 1 ആണ്. പ്രിന്റ് എന്താണ്, എക്സ്. അപ്പൊ എക്സിന്റെ വാല്യൂ ഇപ്പൊ എന്താണ്, 1 ആണ്. നമ്മൾ ആദ്യത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 വന്നു. എക്സ് ഇൻക്രിമെന്റ് ആയി. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായി മാറി, 2 ആയി മാറി. എന്നിട്ട് ഇവിടെ വന്നു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, ആണ്. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും ലൂപ്പിലേക്ക് പോകും. എന്തോരും 2നെ പ്രിന്റ് ചെയ്തു. 2 ഇൻക്രിമെന്റ് ആയി 3 ആവും. 3 വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യും, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, ആണ്. വീണ്ടും ലൂപ്പിലേക്ക് കയറി 3 പ്രിന്റ് ആവും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, അകത്ത് വന്നത് 4 ആയി മാറും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, ആണ്. വീണ്ടും ലൂപ്പിൽ പോയി പ്രിന്റ് ആയി. അതിനുശേഷം എന്തായി മാറും, ഇൻക്രിമെന്റ് ആയി 5 ആയി മാറി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, ആണ്. വീണ്ടും ഉള്ളിൽ കയറി 5 പ്രിന്റ് ആയി. 5 പ്രിന്റ് ആയി. ഇവിടെ വന്നപ്പോൾ 5 പ്രിന്റ് ആയി. എന്നിട്ട് നമ്മൾ എന്താണ് 6 ആയി മാറി. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, അല്ല. അപ്പൊ ലൂപ്പ് എന്തായി, ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരും. അപ്പൊ പ്രിന്റ് ആയത് എന്താണ്, 1, 2, 3, 4, 5. ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4, 5. ഓക്കെ. ഇനി നെക്സ്റ്റ് വേർഡ്, വാട്ട് വിൽ func5 റിട്ടേൺ. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ പേരാണ് func5. അതെന്താണ് റിട്ടേൺ ചെയ്യാന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു ഇന്റീജർ n ഇവിടെ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1 റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, n ഇൻറ്റു ആ ഒരു ഫംഗിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ വീണ്ടും നമ്മൾ കോൾ ചെയ്യാണ്. സോ അവിടെ റിക്കേഷൻ നടക്കുന്നുണ്ട്. n-1 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്ന വാല്യൂ ഇപ്പൊ എന്താണ്, 5 ആണ്. അപ്പൊ നമ്മൾ എന്ത് വന്നു, func5. അത് n-ന്റെ വാല്യൂ എന്തായി മാറി, 5 ആയി മാറി. ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തേ, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ, അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നില്ല, ഇങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യേണ്ടത്, n സ്റ്റാർ. n എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, 5 സ്റ്റാർ എന്താണ്, n-1. func into n-1 എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ 4. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും റിക്കേഷൻ ആയി. നമ്മൾ എന്താണ് ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്തു. 4 ആണ് നമ്മളിപ്പോ n-ന്റെ വാല്യൂ ആയിട്ട് എന്ത് ചെയ്തേക്കുന്നത്, പാസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് പോകും, ഫംഗ്ഷൻ 4. അപ്പൊ എന്ത് വരും, റിട്ടേൺ ആയിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുക, ആ ഒരു n-ന്റെ വാല്യൂ എന്താണ്, 4 ഇൻറ്റു എന്താണ്, ഫംഗ്ഷൻ 3. വീണ്ടും നമ്മൾ n-3, 4-1 3. വീണ്ടും നമ്മൾ ഫംഗ്ഷനെ കോൾ. അപ്പൊ റിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ്, എങ്ങനെയാണ് ഇത് പൊക്കോണ്ടേയിരിക്കുന്നത്. ഒരു ഫാക്ടോറിയലിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഇത്, ക്ലിയർലി അല്ലെ. സോ ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അടുത്ത നമ്മൾ ഇനി എന്ത് ചെയ്യും, ഫംഗ്ഷൻ 3 കോൾ ചെയ്യും. അപ്പൊ എന്തായി മാറും, 3 സ്റ്റാർ ഫംഗ്ഷൻ 2 ആയി മാറും. പിന്നെ എന്താകും, ഫംഗ്ഷൻ 2 കോൾ ചെയ്യും ഇസ് ഈക്വൽ ടു 2 സ്റ്റാർ ഫംഗ്ഷൻ 1 ആയി മാറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫംഗ്ഷൻ 1 കോൾ ചെയ്യും. അപ്പൊ എന്തായി മാറും, 1 ഇൻറ്റു ബേസ് കേസ് ആയി മാറും. അപ്പൊ നമുക്ക് എന്തൊക്കെയാ വന്നേക്കുന്നത്, ഇത്രയത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. അതായത് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 120. അതായത് 5 ഫാക്ടോറിയൽ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. സോ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, 120. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻ എ ആണ്. സോ ഒരു റിക്കേഷന്റെ എക്സാമ്പിൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ചെറിയ പീസ് ഓഫ് കോഡ് ആണ്. ഈ ഫാക്ടോറിയൽ, ഫിബനോക്കി അതിന്റെയൊക്കെ പീസ് ഓഫ് കോഡ് ഒന്ന് നോക്കി വെച്ചേക്കാം. അങ്ങനത്തെ വീണ്ടും നമുക്ക് ഇതേപോലെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാനായിട്ട് ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദിസ് കോഡ് ഡു. ഈ കോഡ് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫോർ ലൂപ്പ് തന്നേക്കുന്നത് അല്ലെ. ഫോർ ഇൻറ്റു i is equal to 0, i less than 10, i plus is equal to 2. ഓക്കെ, i plus is equal to 2 എന്ന് പറഞ്ഞാൽ എന്താ, i is equal to i plus 2. ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്, i plus equal to 2 എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തായിരിക്കും ഈ ഒരു കോഡ് ചെയ്യുക, ഇറ്ററേറ്റ്സ് 10 ടൈംസ് ആണോ, 5 ടൈംസ് ആണോ, 6 ടൈംസ് ആണോ, അതോ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക് പോവാണോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ എന്തായി മാറുന്നുണ്ട്, 0 ആയി മാറുന്നുണ്ട്. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ, ആണ്. അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ 0 ആയി, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പൊ എന്ത് ചെയ്യും, i ഇൻക്രിമെന്റ് ചെയ്യാം. എന്ത് ചെയ്യണം, i is equal to i plus 2 എന്ന് പറയുമ്പോൾ 0 plus 2 is equal to എന്തായി മാറും, 2. അപ്പൊ ഇതെന്താ മാറി, അടുത്ത കണ്ടീഷൻ വരുന്നത് 2-ലാണ്. അടുത്തിന് എന്ത് ചെയ്യും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പൊ വീണ്ടും എന്തായി മാറും, i plus 2. അതായത് എന്താവും, 2 plus 2 is equal to 4 ആയി മാറും അല്ലെ. i is equal to i plus 2 എന്താണോ അത് ആഡ് ചെയ്ത് പോകണം എന്നുള്ളത്. അടുത്ത 6 ആവും, അടുത്ത 8 ആവും. അതിനുശേഷം 8 ആയതിനു ശേഷം ഇവിടെ എന്നിട്ട് എന്താവും,
8 plus 2 10 ആയി. 10 less than or equal to 10 less than 10 ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരും. സോ എത്ര തവണ ഈ ലൂപ്പിനകത്ത് എന്താണോ കോഡ് ഉള്ളത് അത് 5 തവണയായിരിക്കും എന്ത് ചെയ്യുക? ഐട്രേറ്റ് ചെയ്യുക. എപ്പോഴൊക്കെയായിരിക്കും അത് ഐട്രേറ്റ് ചെയ്യുന്നത്? ഐയുടെ വാല്യൂ 0 ആവുമ്പോൾ, 2 ആവുമ്പോൾ, 4 ആവുമ്പോൾ, 6 ആവുമ്പോൾ, 8 ആവുമ്പോൾ. അങ്ങനെ ഐയുടെ വാല്യൂ ഈ 5 എണ്ണം ആവുന്ന സമയത്ത് 5 തവണയായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഐട്രേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. Iterates 5 times with I is equal to 0, 2, 4, 6 and 8. Okay. Next question. What is the final value of sum? Sum ന്റെ ഫൈനൽ വാല്യൂ എന്താണെന്നാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. ഇവിടെ സം ആദ്യം നമ്മൾ എന്ത് ചെയ്തേക്കാണ്? 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. For int I is equal to 1, I less than or equal to 5, I plus plus. If I equal to 3, കണ്ടിന്യൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കണ്ടിന്യൂവിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു പീസ് ഓഫ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് സം പ്ലസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ അറിയാലോ, സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കി ഇടുന്നതാണ് ഈ ഒരു രീതിയിലേക്കായിട്ട്. അപ്പൊ ഇവിടെ ഈ ലൂപ്പ് എങ്ങനെ റൺ ആവും എന്നുള്ളത് നോക്കാം. ആദ്യം എന്താണ്? ഇന്റ് ഐ ഇസ് ഈക്വൽ ടു 1. ഐ ഇസ് ഈക്വൽ ടു 1 ആണ്. 1 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ലൂപ്പിലേക്ക് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സമ്മിലേക്ക് പോകും അല്ലെ? അപ്പൊ സമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? 1 വരും. 1 അതിലേക്ക് പോകും. സം ഇസ് ഈക്വൽ ടു സമ്മിലേക്ക് നമ്മൾ ആദ്യം 1 വരും. അതിനുശേഷം ഈ വീണ്ടും എന്ത് ചെയ്യും? ഇത് അപ്ഡേറ്റ് ആവും. ഐയുടെ വാല്യൂ എന്തായി മാറും? 2 ആയി മാറും. 2 ആയി മാറി ചെക്ക് ചെയ്ത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ലൂപ്പിലേക്ക് വന്നു. ഐ ഈക്വൽ ടു 2 ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് വന്നു. ഇപ്പൊ സമ്മിൽ ഓൾറെഡി 1 ഉണ്ട്. അതിലേക്ക് ആരെയും കൂടെ ആഡ് ചെയ്യും? 2വിനെയും കൂടെ ആഡ് ചെയ്യും. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആക്കി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. അപ്പോഴാണ് നമ്മൾ ലൂപ്പിലേക്ക് കണ്ടപ്പോൾ ഒരു കണ്ടീഷൻ കണ്ടേ. ഐ ഈക്വൽ ടു 3 ആണ്. ഐയുടെ വാല്യൂ 3 ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യാനായിട്ടാണ്? കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഐട്രേഷൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഈ ഒരു പീസ് ഓഫ് കോഡിലേക്ക് പോയി അത് ഓപ്പറേറ്റ് ചെയ്യത്തില്ല. സോ ഐ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഐട്രേഷൻ ക്യാൻസൽ ചെയ്തു. അതായത് നമ്മൾ സമ്മിലേക്ക് എന്ത് ചെയ്യത്തില്ല? ഈ ഒരു 3നെ നമ്മൾ ആഡ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഐനെ അടുത്ത ഐട്രേഷനിലേക്ക് പോകും. അടുത്ത ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഇസ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് വരും. സമ്മിലേക്ക് നമ്മൾ ആരെ കൊടുക്കും? അടുത്തത് 4നെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇത് ഐട്രേറ്റ് ചെയ്ത് എന്തായി? 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. വീണ്ടും എന്ത് ചെയ്യും? ലൂപ്പിലേക്ക് കയറും. സമ്മിലേക്ക് ആ ഒരു 5നെയും കൂടെ എന്ത് ചെയ്ത് കൊടുക്കും? ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഐയുടെ വാല്യൂ വീണ്ടും ഐട്രേറ്റ് ആയി 6 ആയി. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അല്ല. അപ്പൊ എന്തായി? കണ്ടീഷൻ ബ്രേക്ക് ആയി. ലൂപ്പിൽ നിന്ന് അപ്പൊ എന്ത് ചെയ്യും? പുറത്തു വരും. അപ്പൊ സമ്മിലേക്ക് പോയിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 5 ആണ്. എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 ആണ്. സോ നമ്മുടെ കോഡിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. സോ അത് ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ നമുക്ക് വരികയാണെങ്കിൽ 5 ഈക്വൽ ടു 3 ഇവിടെ ബ്രേക്ക് ആയിരുന്നു കൊടുത്തിരുന്നെങ്കിലോ? കണ്ടിന്യൂവിന് പകരം ബ്രേക്ക് ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ഒരു 4ലേക്കും 5ലേക്കും നമ്മൾ പോകത്തില്ല. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തേനെ? ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വന്നേനെ. കണ്ടിന്യൂ ആണെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഐട്രേഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് സ്കിപ്പ് ചെയ്ത് കളയത്തുള്ളൂ. ബാക്കി ഐട്രേഷൻസ് അത് ഫോളോ ചെയ്ത് പോകും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലൂപ്പ് ഈസ് ബെസ്റ്റ് വെൻ നമ്പർ ഓഫ് ഐട്രേഷൻസ് ഈസ് നോൺ? നമുക്ക് നമ്പർ ഓഫ് ഐട്രേഷൻസ് അറിയാമെങ്കിൽ ഏത് ലൂപ്പാണ് നല്ലതെന്ന്. ഓപ്ഷൻ എ വൈൽ, ഓപ്ഷൻ ബി ഡു വൈൽ, ഓപ്ഷൻ സി ഫോർ, ഓപ്ഷൻ ഡി സ്വിച്ച്. ഇതിൽ ഏതായിരിക്കും നല്ലത്? നമുക്ക് ഓർത്തോണം, നമുക്ക് നമ്പർ ഓഫ് ഐട്രേഷൻസ്, എത്ര ഐട്രേഷൻസ് ആണ് നമുക്ക് ലൂപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാമെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ആയിരിക്കും. ഓക്കെ. ഇനി വൈൽ ലൂപ്പ് ആണ് എങ്കിൽ നമുക്ക് എന്താണ്? ഐട്രേഷൻസ് അറിയത്തില്ല എന്ന ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻ നമുക്കറിയാം. എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ അറിയാമെങ്കിൽ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. ഡു വൈൽ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? നമുക്ക് ഒരു തവണയെങ്കിലും ആ ലൂപ്പ് റൺ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും റൺ ചെയ്യണമെങ്കിൽ ഡു വൈൽ യൂസ് ചെയ്യുക. സ്വിച്ച് എന്ന് പറയുന്ന പിന്നെ ഒരു സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചർ ആയിട്ടാണ് എന്ത് ചെയ്യുക? ആക്ട് ചെയ്ത് പോവുക. സോ നമുക്ക് നമ്പർ ഓഫ് ഐട്രേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റോർസ് ഹെറ്ററോജീനിയസ് ഡേറ്റ? ഹെറ്ററോജീനിയസ് ഡേറ്റ ഇതിൽ ആരാണ് സേവ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അറേ, ഓപ്ഷൻ ബി സ്ട്രക്ചർ, ഓപ്ഷൻ സി പോയിന്റർ, ഓപ്ഷൻ ഡി ഫംഗ്ഷൻ. അപ്പൊ ഓരോ ഡേറ്റ ടൈപ്സും കാര്യങ്ങളും അതിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക. ഇതേപോലത്തെ സിമ്പിൾ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്കറിയാലോ ഹെറ്ററോജീനിയസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സിനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ഹെറ്ററോജീനിയസ് ഡേറ്റ എന്ന് പറയുന്നത്.
അതായത് ഇന്റീജർ വരാം, ഫ്ലോട്ട് വരാം, ക്യാർ വരാം. നമുക്കറിയാലോ ഇപ്പൊ അറേ ആണെങ്കിൽ എന്താണ് ഹോമോജീനിയസ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് അതിൽ ഇന്റീജേഴ്സിനെ സേവ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അതിൽ ക്യാരക്ടേഴ്സിനെ സേവ് ചെയ്യാം, ഇല്ലെങ്കിൽ അതിൽ സ്ട്രിങ്ങിനെ സേവ് ചെയ്യാം. അല്ലാതെ നമുക്ക് അറേയുടെ ഒരു ബ്ലോക്കിൽ കൊണ്ടുപോയി നമ്പർ, അടുത്തതിൽ കൊണ്ടുപോയി സ്ട്രിങ്, അടുത്തതിൽ ക്യാരക്ടർ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറേയിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടി, അങ്ങനെ മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സ് നമുക്ക് ഒന്നിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, സ്ട്രക്ചർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സിയിലേക്ക് കൊണ്ടുവന്നത് അല്ലെ. അപ്പൊ അറിയാണെങ്കിൽ സെയിം ഡേറ്റ ടൈപ്പ് ആണ്. പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യുക, അല്ല ഡേറ്റ കളക്ഷൻ അല്ല പോയിന്റർ ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ടാസ്ക് ആണ് അത് പെർഫോം ചെയ്യുന്നത്. അവിടെ എന്ത് വരുന്നില്ല, ഡേറ്റ കളക്ഷൻ വരുന്നില്ല. സോ മൾട്ടിപ്പിൾ ഡേറ്റ ടൈപ്സ് നമുക്ക് ഒന്നിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സിയിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ ആരെയാണ്, സ്ട്രക്ചർ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്ട്രക്ചർ ആണ്. ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇതേപോലത്തെ പീസ് ഓഫ് കോഡ്സ് ജസ്റ്റ് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.